അതുകൊണ്ട് പോലീസ് വേണ്ടത് പി മോഹനെ ചോദ്യം ചെയ്യണം. കാരണം പി മോഹൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ഈ ആക്രമണം തമ്മിൽ പരസ്പര ബന്ധമുണ്ട്. അതുകൊണ്ട് പി മോഹനെ ചോദ്യം ചെയ്താലേ ആരാണ് ഈ ആക്രമണം നടത്തിയതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് കഴിയും. പോലീസ് വിചാരിച്ച നിഷ്പ്രയാസം പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിയും. കാരണം കാറിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. വന്ന ആളുകൾ ഈ പരിസരത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. അപ്പോൾ പോലീസ് സമഗ്രമായി അന്വേഷിച്ചുകൊണ്ട് ഇതിലെ കുറ്റക്കാരും അതിന് പ്രചോദനം നൽകിയ ഗൂഢാലോചന നടത്തിയ ആളുകളെയും സംബന്ധിച്ച് വളരെ കൃത്യമായി സമൂഹത്തിന് മുമ്പിൽ നിയമപരമായി അവരെ കൊണ്ടുവരണം. അത് നിയമപരമായിട്ടുള്ള പോരാട്ടം ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് തുടരും. കാരണം ഇതിനോടൊന്നും ഭയപ്പെടാൻ പോകുന്നില്ല. കാരണം CPM അകപ്പെട്ട രാഷ്ട്രീയമായ ഗുരുതരമായ പ്രതിസന്ധിയിൽ നിന്ന് അവർക്ക് മറികടക്കാൻ വേണ്ടിയാണ് ഇത്തരം തെറ്റായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് അതിന് മേലെ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുക എന്നൊരു രീതി CPM സ്വീകരിക്കുന്നത്. ഭയപ്പെടുത്താനാണ് എന്താണ് ഈ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? തീർച്ചയായും ഭയപ്പെടുത്താൻ വേണ്ടിയാണ്. കാരണം CPMൻ്റെ നിലവിലുള്ള സംഘടനാസ്ഥിതിയും അവരുടെ രാഷ്ട്രീയമായ അപജയവും തുറന്നു കാട്ടുന്ന ആളുകളെ നാക്കടക്കാൻ വേണ്ടിയുള്ള അങ്ങേയറ്റം ഗൂഢോദ്ദേശപരമായിട്ടുള്ള രീതിയാണ് ഈ ആക്രമണത്തിന് പിന്നിലുള്ളത്. ഭയപ്പെടുത്താൻ വേണ്ടിയാണ്. ആരും ഇത്തരത്തിലുള്ള ക്യാമ്പയിൻ CPM നടത്താൻ വേണ്ടി അങ്ങേറ്റം പ്രതിസന്ധിയിലാണ് CPM നീക്കൊണ്ടിരിക്കുന്നത് സംഘടനാപരമായിട്ട്. അപ്പോൾ ആ പ്രതിസന്ധിയുടെ മറച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വടകര ഇലക്ഷൻ ക്യാമ്പയിൻ സമയത്തൊക്കെ RMP ആയിട്ട് നേരിട്ടൊരു ഫൈറ്റിലേക്ക് CPM പോവാതിരുന്നതായിരുന്നു നമ്മൾ ശ്രദ്ധയപ്പെട്ടിരുന്നത്. ഇപ്പം വീണ്ടും അങ്ങനെ ഒരു ഇതിലേക്ക് തിരിയുന്നുണ്ടോ? അല്ല, അങ്ങനെ ഒരു പ്രശ്നം അവിടെ വന്നിട്ടില്ല. കാരണം ഏകദേശം ഒരു 500ഓളം കുടുംബയോഗങ്ങൾ നടന്നു, 300ഓളം പൊതുയോഗങ്ങൾ നടന്നു. ഈ യോഗങ്ങളിൽ ഒരു സ്ഥലത്ത് വെച്ചും എതിർ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ടോ ഒരു ആരോപണവും ഉന്നയിച്ചിട്ടില്ല. രാഷ്ട്രീയമായിട്ടാണ് ഞങ്ങൾ നേരിട്ടത്. അങ്ങനെ രാഷ്ട്രീയമായി ഒരു തിരഞ്ഞെടുപ്പ് നേരിടാൻ വേണ്ടിയുള്ള കെൽപ്പില്ലാതായപ്പോഴാണ് അവർ എന്ത് ചെയ്തത്, സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ചില പ്രചരണങ്ങൾ നടത്തി. അവരെ ലൈംഗിക ചേഷ്ടകളുള്ള വീഡിയോകൾ നിർമ്മിച്ചു എന്നതുൾപ്പെടെ അവരാണ് പറയുന്നത്, ഞങ്ങളാരുമല്ല ഇങ്ങനെ ഉണ്ട് എന്ന്. അപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ ചോദിച്ചു ആരാണ് ഇത് ഉണ്ടാക്കിയത്, അവരെ കണ്ടെത്തണം. കാരണം ആഭ്യന്തര വകുപ്പ് CPM ആണല്ലോ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര രംഗത്ത് സ്വന്തം പാർട്ടി നേതാവും വടകരയിലെ സ്ഥാനാർത്ഥിക്കുമുണ്ടായ ഈ മോശം അശ്ലീല പരാമർശത്തോടു കൂടിയുള്ള വീഡിയോ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തേണ്ട ചുമതല പോലീസാണ്. പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് ഈ സ്ഥാനാർത്ഥി തന്നെ തിരുത്തി എനിക്ക് അങ്ങനെ ഒരു വീഡിയോ ഇല്ല, അതോടുകൂടി അത് അവസാനിച്ചില്ല. ഞങ്ങളാരുമല്ല പറഞ്ഞു, അവർ തന്നെ ഉണ്ടാക്കിയൊരു വീഡിയോ അവർ തന്നെ ഇല്ല എന്ന് പറഞ്ഞു, അതോടെ തീർന്നു. പിന്നീടാണ് വർഗീയ കാർഡ് എടുക്കുന്നത്. വളരെ കൃത്യമായിട്ടാണല്ലോ ഈ ഷാഫിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത്. മാർച്ച് 10-ാം തീയതി ഷാഫി അവിടെ ഇറങ്ങുന്നത്. മാർച്ച് 11-ാം തീയതി തന്നെ DYFIക്കാരുടെ പോസ്റ്റിൽ വന്നു ഷാഫി എന്ന പേരിലുള്ള ഒരാൾ പാലക്കാട് നിന്ന് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തീർത്തും രാഷ്ട്രീയം വിട്ടുകൊണ്ട് വ്യക്തിപരമായി UDFൻ്റെ സ്ഥാനാർത്ഥിയല്ല ഷാഫി പറമ്പിനെ ആക്രമിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടുള്ളത്. അതിൽ ശൈലജ ടീച്ചറുടെ പരാതിയിൽ പോലും ഇതിൻ്റെയൊക്കെ പിന്നിൽ ഷാഫിയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനർത്ഥം വളരെ ആസൂത്രണമാണിത് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം ഇല്ലാതെ രാഷ്ട്രീയ രംഗത്ത് നിന്ന് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന CPM മറ്റു മാർഗ്ഗങ്ങൾ തേടിയതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം വടകരയിൽ നടത്തിയ വർഗീയമായ പ്രചരണം, തികച്ചും വർഗീയമായി നടത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന് ശേഷവും ഈ പ്രചരണവും ഇത്തരം വിവാദങ്ങളും ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് CPM ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ വലിയ തോൽവിയാണ് CPM മുന്നിൽ കാണുന്നത്. അപ്പോൾ ആ തോൽവിക്ക് ഇന്നതാണ് കാരണമെന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ, അവരെ അണികളെ ബോധ്യപ്പെടുത്താൻ കഴിയണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഞങ്ങളതിൽ ഭയപ്പെടുത്തുന്നത്, ഇപ്പോൾ KN ഗണേഷിനെ പോലുള്ള ചരിത്ര പണ്ഡിതൻ അദ്ദേഹം ഒരു വീഡിയോ ഇറക്കി. ആ വീഡിയോ എന്ന് പറയുന്നത് വടകരയിൽ പണ്ടേ ഇതൊക്കെയാണ് നടക്കുന്നതെന്നാണ്. നാദാപുരത്തെ സംഭവത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, നാദാപുരത്ത് മുസ്ലിം ലീഗ് CPM സംഘടനയാണെന്നാണ് CPM തറപ്പിച്ച് പറയുന്നത്. നേരത്തെ അതാണ് CPMൻ്റെ നിലപാട്. ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, CPM ഒരു പാർട്ടി, രണ്ട് പാർട്ടികൾ തമ്മിലുള്ള സംഘർഷമാണ് നാദാപുരത്തുണ്ടായത്. അതിൽ നിന്ന് വ്യതിരിച്ചുകൊണ്ട് നാദാപുരത്ത് ജാതീയമായ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഭിന്നിപ്പിൻ്റെ സംഘർഷമാണ് ഉണ്ടായതെന്ന് എവിടുന്നാണ് ഈ വിവരം ഈ ചരിത്രകാരന് കിട്ടിയത്? CPMൻ്റെ അഭിപ്രായമാണോ ഇത് എന്ന് പറഞ്ഞാൽ KN ഗണേഷിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് തലശ്ശേരി കലാപത്തെ സംബന്ധിച്ച്. അതൊക്കെ ഒരു 4 നൂറ്റാണ്ടിനും അല്ല 6 നൂറ്റാണ്ടിനും മുമ്പ് ഉണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ച് വീണ്ടും പ്രചരിപ്പിച്ചുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ജൂൺ 4-ന് ശേഷം ഒരു കലാപപരമായ അന്തരീക്ഷം വടകര മേഖലയിൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആസൂത്രണ ശ്രമമാണ് KN ഗണേഷിനെ പോലുള്ള ചരിത്രകാരന്മാർ കൊണ്ട് CPM ഇത് പറയിപ്പിച്ചത്.